ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കണേണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ക്രിബ് ചെയ്യാൻ വേണ്ടിയുള്ള 2-3 ഐറ്റം വാങ്ങാനുണ്ട്. ബാക്കിയൊക്കെ കഴിഞ്ഞ വർഷം വാങ്ങിയതൊക്കെ ഉണ്ട്. കുറച്ചത് മേക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കണേണ്. ഇന്ന് ഡിസംബർ 21 ഇതുവരെ ക്രിബിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റാറും കൂടി തൂക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോ റെഫർ ചെയ്തിട്ടാണ് ഞാൻ പുൽക്കൂട് ഉണ്ടാക്കാൻ പോകണം. ഞാൻ ആയിരിക്കില്ല മെയിനായിട്ട് ചെയ്യണം, പ്രവി ആയിരിക്കും, അനിയനായിരിക്കും ചെയ്യണം. നല്ല വെയിലുണ്ട്, വീട്ടിലിരുന്നൊന്നും പറയാൻ പറ്റണില്ല. അവിടെ കറി വെക്കണേൻ്റെയൊക്കെ വിസിലൊക്കെ അടിക്കണം. അപ്പോൾ ഞാൻ പറമ്പിൽ വന്നിട്ടാണ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ മാർക്കറ്റിൽ പോകണം. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ ക്രിബ് മേക്കിംഗ് ആൻഡ് ഡെക്കറേഷൻ, സ്റ്റാറൊക്കെ ഇടണത്. ഓക്കെ, ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നലെ ഞാൻ ഷോപ്പ് ചെയ്യാൻ പോയിട്ട് ആ വഴി പോയിട്ട് ഇപ്പോഴാണ് ഫോൺ എടുത്തത്. പ്രത്യേകിച്ച് ഇന്നലെ ഒന്നും കിട്ടിയില്ല ആവശ്യമുള്ളത്. അപ്പം ഇന്ന് കിട്ടിയത് വെച്ച് പുൽക്കൂട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. രാത്രി 11:50 നീ എവിടെ? 11:50 രാത്രി. പുൽക്കൂട് ഇപ്പോഴാണ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയത്. ബിക്കോസ് ഞാൻ ഭയങ്കര ബിസി ആയതുകൊണ്ട് ഇപ്പോഴാണ് സമയം കിട്ടണം. ഞാൻ അല്ല ഉണ്ടാക്കണം, എൻ്റെ അനിയനാണ് ഉണ്ടാക്കണം. കാട്ടിത്തരാം. കഴിഞ്ഞൊല്ലം ഉണ്ടാക്കിയ പോലത്തെ ക്രിബല്ല ഉണ്ടാക്കണം. ഇപ്രാവശ്യം ഇറ്റാലിയൻ മോഡൽ ക്രിബാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഉണ്ടാക്കണം, ജോസഫിസം എന്ന് പറഞ്ഞ ചാനലിൽ. അതിൽ കുറേ ഉണ്ട്, കുറേ വെറൈറ്റി ക്രിബ് ഉണ്ട്. അതിലൊരെണ്ണം നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യാൻ പോണേണ്. കവറിൽ മുട്ടുപൊടി ഇതാണ് ഞങ്ങട നോക്കിട്ട് ഗ്രാമ മുട്ടുപൊടി ദൈവത്തിനറിയാം. ഉണ്ട്. ഈ കുഴച്ച് വെച്ചേക്കണത് എന്താന്ന് പറഞ്ഞാൽ POP, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. കടയിൽ വെറും 1 കിലോ 30 രൂപയ്ക്ക് കിട്ടും. ബേസ് ഏകദേശം ചെയ്ത് കഴിഞ്ഞ് മേളിലോട്ടുള്ളത് അത് ഉണങ്ങിയിട്ട്, ആ ബേസ് ഉണങ്ങിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആ പ്ലാറ്റ്ഫോമിൽ തേച്ചിട്ട് നമ്മൾ ഉണക്കാൻ വെക്കണം. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങില്ല. അത് ഇനി ബാക്കി നാളെ എന്തായാലും ചെയ്യുള്ളൂ. അത് ഫുള്ള് പ്രവി ചെയ്യും, എനിക്ക് വർക്കിന് പോകണം. അങ്ങനെ അത് ചെയ്യുമ്പോൾ ഞാൻ കാട്ടിത്തരാം. അപ്പം ഇപ്പോഴത്തെ എന്തായാലും ഏകദേശം ഫിനിഷായി. ഇനി ഇത് ഇവിടുത്തെ ഇതൊക്കെ വൃത്തിയാക്കി കിടന്നുറങ്ങണം. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഇന്ന് 24-ാം തീയതിയായി. അന്ന് രാത്രി ഉണ്ടാക്കിയത് അതേപടി തന്നെ ഇരിക്കണേ, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇന്ന് രാത്രിയാണ് ഉണ്ണീശനെ വെക്കണത്. പുൽക്കൂടി ഈ അവസ്ഥയിലാണ് ഇപ്പം ഇരിക്കണത്. ഇപ്പം ഈ എൻ്റെ മേളിക്കേറ്റ് വെച്ചേക്കണേണ്. ഇന്ന് ഫുള്ള് തീർത്താൽ മാത്രം ഇത് എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. പ്രവി POP തീർന്നിട്ട് വാങ്ങാൻ വേണ്ടി പോയേക്കണേണ്. ഇതാണ് ഇപ്പം നിലവിലുള്ള സ്റ്റേജ്. ഇനി ഇതിൽ പെയിൻ്റ് അടിക്കാനുണ്ട്, മറ്റേ
പൂപ്പലും വയലല്ലേ മൂസസ അങ്ങനത്തെ അതൊക്കെ വെക്കണം. അത് വാങ്ങാൻ കിട്ടുമെന്നാണ്. ഇന്ന് 24-ാം തീയതി കടയൊക്കെ ഓപ്പൺ ആയിരിക്കുമെന്ന് അറിയില്ല. കാക്കകളുടെ കളകളാരോ ഇഗ്നോർ ചെയ്യുക. ഇതൊക്കെ കവർ ചെയ്യും. ഇനി എന്തൊക്കെയൊക്കെയോ ചെയ്യാനുണ്ട്. ഇങ്ങോട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങോട്ട് ഒരു സാധനമൊക്കെ ചെയ്യാനുണ്ട് ഗൈസ്. നോക്കാം എത്രത്തോളം ആവുമെന്ന്. എന്നിട്ട് നിങ്ങളെ കാട്ടിത്തരാം. അല്ലെങ്കിൽ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നതാണ് ഞങ്ങൾ. വേറെ വഴിയില്ല. ഇനി ഇവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടി പോണേണ്. മഞ്ഞയും ബ്രൗണും ബ്ലാക്കും കൂടിയാണ് ആ വീഡിയോയിൽ അടിക്കണം. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല പെയിന്റ് അടിക്കിയത്. ഇത് നമ്മൾ മേൽക്കൂരയാണ് സെറ്റ് ചെയ്യാൻ പോണം. ഇവിടെ നിന്ന് ചാടിക്കിടക്കണം. അപ്പോൾ നമ്മൾ കുറേ കാച്ചുള്ളിക്കാകുമ്പോൾ മരത്തിൻ്റെ തൊലിയും എടുത്തിട്ടിട്ട് നമുക്ക് മേൽക്കൂര സെറ്റ് ചെയ്യാം. മേൽക്കൂര ഞാൻ പറ്റിയ പോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നത്. പ്രവി വന്നിട്ട് അറിയാതെ മാറ്റണം വേണ്ടത്. ഓക്കെ. പിന്നെ ഇങ്ങനത്തെ ലൈറ്റ് 100 കിട്ടിയായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ അടിയിൽ മേൽക്കൂരയുടെ അടിയിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ടാസ്ക് കിട്ടിയേക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത്ര കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഈ കാണുന്ന ഏരിയ എന്ത് ഫില്ലാക്കുമെന്ന് അറിയില്ല. അവിടെ ഫുൾ പരസ്യമൊക്കെയാണ്. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഷോൾ വെച്ച് മറിച്ച് ഈ ഏരിയ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല ഗൈസ്. സമയം ഇപ്പം 8:30. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗ്യാപ്പ് ഞാൻ ക്ലേ വെച്ച് ഫില്ലാക്കി. അതിനോ ഇതും തമ്മിലൊരു ബന്ധവും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മേളിൽ ഫുള്ള് ലൈറ്റ് അങ്ങ് ഇടും. രാത്രി കാണാൻ ഭംഗിയുണ്ട്, രാവിലെ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇതുവരെ ആയിട്ടുണ്ട് നമ്മുടെ പുൽക്കൂട്. ഇത് ഒരു ഇറ്റാലിയൻ സ്റ്റൈലാണ് കേട്ടോ. പിന്നെ ഈ രൂപങ്ങളൊക്കെ വെക്കണം. ഹായ്, ഇപ്പം ടൈം കറക്റ്റ് 10 മണി ആയിട്ടുണ്ട്. പുൽക്കൂടിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി രൂപങ്ങളും കൂടി വെച്ചാൽ മതി. അതൊക്കെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ഇതുണ്ടോ ക്ലേ ഒക്കെ എടുക്കാൻ പോയിട്ട്. അപ്പം നമുക്ക് ഫൈനൽ ലുക്ക് കാണാം ഗൈസ്. മാലാഖന വെക്കാൻ വേണം. വേണമെങ്കിൽ ഇടിഞ്ഞു കളഞ്ഞ് വീഴും. ഇങ്ങനെ വെച്ചാൽ പോലെ